ഹായ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും ഞാൻ ഓൾമോസ്റ്റ് ഒരു 4ഓളം കമ്പനീസിൻ്റെ 40-40-35ഓളം വേക്കൻസീസാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് പറയാം. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ, ഷാർജയിലുള്ള യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് 20ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ, അതായത് നേഴ്സസ്, പീഡിയാട്രീഷ്യൻ, ഫിസീഷ്യൻ, അങ്ങനത്തെ ലാബ് ടെക്നീഷ്യൻ, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 20ഓളം ജോബ് വേക്കൻസീസ് ആയിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഷാർജയിലേക്ക് വേക്കൻസി വന്നേക്കുന്നത്. അപ്പം ഞാൻ ഡീറ്റെയിൽസ് പറയാം. ക്വാളിറ്റി മാനേജർ, സ്റ്റാഫ് നേഴ്സ് L&D, പിന്നെ വരുന്നത് ഗൈനക്കോളജിസ്റ്റ്, സ്റ്റാഫ് നേഴ്സ് PICU, പിന്നെ വരുന്നത് അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. പിന്നെ സ്റ്റാഫ് നേഴ്സ് മെഡ് സർജറി വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാഫ് നേഴ്സ് IVFലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ, പിന്നെ ഫിസിഷ്യൻ ഇൻറ്റേൺഷിപ്പ്. അപ്പം ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് പാസ് ഔട്ട് ആയവർക്കൊക്കെ ഇൻറ്റേൺഷിപ്പിൽ പോകാവുന്നതാണ്. ഫിസിഷ്യൻ, പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട്, സ്റ്റാഫ് നേഴ്സ് OTയിലേക്ക്, സ്റ്റാഫ് നേഴ്സ് എൻഡോസ്കോപ്പിയിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ ലാബ് ടെക്നീഷ്യനായിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ നേഴ്സസിനും ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട്. അതായത് നേഴ്സിംഗ് പഠിച്ചിറങ്ങിയവർക്ക് ഡയറക്റ്റ്ലി ഷാർജ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇൻറ്റേൺഷിപ്പിനായിട്ട് ചെയ്യാം. അവർക്ക് ജോബിന് കയറി കിട്ടാനൊരു നല്ലൊരു അവസരമാണ്. പിന്നെ അതിൽ അവർക്ക് അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID ഇല്ല, അവരുടെ സൈറ്റിൽ കയറി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. careers.uhs.ai എന്ന് പറയുന്ന മെയിൽ അവരുടെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന വേക്കൻസി വരുന്നതാണ് സ്മൂത്ത് മാൻ പവറിലേക്ക് ഒരു വേക്കൻസി വരുന്നുണ്ട്. ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ട് അവർ സാലറി പറയുന്നത് 4000 ദിർഹംസ് മുതൽ 5000 ദിർഹംസ് വരെയാണ് സാലറി പറയുന്നത്. നല്ലൊരു പാക്കേജാണ്. 1 ലക്ഷത്തിനടുത്ത് പാക്കേജ് പറയുന്നുണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ മെയിൽ അയക്കേണ്ടത് arathi@smoothmanpower.com എന്ന് പറയുന്ന മെയിൽ ഐഡിക്ക് ഇതൊക്കെ മെയിൽ അയക്കാൻ ഞാൻ മെയിൽ IDയും വേക്കൻസിയും അതുപോലെ തന്നെ എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വേക്കൻസി വരുന്നതാണ് SFC എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് 2 വേക്കൻസി വരുന്നുണ്ട്. ജൂനിയർ അക്കൗണ്ടൻ്റ് ആൻഡ് സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി വരുന്നുണ്ട്. മെയിൽ അയക്കേണ്ടത് am@sfcgroup.com. എക്സ്പീരിയൻസ് ഉള്ളവർക്കും അയക്കാം, ഇല്ലാത്തവർക്കും അയക്കാം. ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് മിനിമം എക്സ്പീരിയൻസ് പോലും ചോദിക്കുന്നില്ല അവർ SFC ഗ്രൂപ്പിലേക്ക്. ജസ്റ്റ് പാസ് ഔട്ടായി അറ്റ്ലീസ്റ്റ് നാട്ടിലല്ലോ ഒരു 6 month 1 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് SFC ഗ്രൂപ്പിലേക്ക് ബയോഡാറ്റ അയച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം എല്ലാത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കണം. മെയിൻലി മാൻഡേറ്ററി ആയിട്ട് എല്ലാ കമ്പനിയും പറയുന്നൊരു കാര്യമാണത്. പിന്നെ വരുന്നതാണ് EMS സർവീസിലേക്ക്. EMS സർവീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് IT ഹെൽപ്പ് ഡെസ്ക് അനാലിസിസ്റ്റ് ആയിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് അവിടെയും ഓൾമോസ്റ്റ് ഒരു 4000 to 5000 ദിർഹംസ് പറയുന്നുണ്ട് സാലറി. റിക്രൂട്ട്മെൻറ്റ് 1@ems.service എന്ന് പറയുന്ന അവരുടെ മെയിൽ ID നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ നേഴ്സസിനൊക്കെയാണ് നല്ല സാലറി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഷാർജയിൽ പറയുന്നുണ്ട്. ഈ SFC ഗ്രൂപ്പിലാണ് ജൂനിയർ അക്കൗണ്ടൻറ്റ് മുതൽ സീനിയർ അക്കൗണ്ടൻറ്റ് വരെ നല്ലൊരു പാക്കേജ് പറയുന്നുണ്ട്. മിനിമം സ്റ്റാർട്ടിങ് ജൂനിയർ അക്കൗണ്ടൻറ്റ് 4000 3500 മുതൽ 4000 ദിർഹംസ് മുതൽ സീനിയർ അക്കൗണ്ടൻറ്റ് 20,000 ദിർഹംസ് വരെ അവർ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം അപ്ലൈ ചെയ്യുക പുതിയ ജോബ്. അപ്പം വേക്കൻസീസൊക്കെ വരുന്നതനുസരിച്ച് മാക്സിമം അപ്ലൈ ചെയ്യുക. 1-2 പേര് കിട്ടി, 4-5 പേര് കിട്ടി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ജോബ് കിട്ടി ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കിട്ടുന്നതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ ഈ ഇടുന്ന വീഡിയോ കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടല്ലോ എന്നുള്ളത് ഓർത്തിട്ട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും, വേക്കൻസീസൊക്കെ ആയിട്ട് വരും. നിങ്ങൾ ചോദിക്കുന്ന വേക്കൻസീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്താലും. കാരണം എന്നോട് IT ഹെൽപ്പ് ഡെസ്ക് അനാലിസിസിൻ്റെ വേക്കൻസി ചോദിച്ചായിരുന്നു, അക്കൗണ്ട്സിലേക്ക് വേക്കൻസി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓഫീസ് അസിസ്റ്റൻസിൻ്റെ വേക്കൻസി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്ന വേക്കൻസി എനിക്ക് വരുന്നത് എന്ന് ഞാൻ എടുത്തിടുന്നതാണ്. കാരണം എനിക്ക് കുറേ വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം അയച്ചു കൊടുക്കുക, പലർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ സൈനിങ് ഓഫ്, ഈക്വൽസ് ദ ജോബ്. സ്റ്റേ ട്യൂൺഡ്. ഇനിയും പുതിയ വേക്കൻസീസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.